അതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ നോക്കൂ, സാധനങ്ങൾ കൃഷി ചെയ്യുന്നവരും വിൽക്കുന്നവരും വാങ്ങിക്കൊണ്ടുപോകുന്നവരും നമുക്കിതാ വായക്കെട്ടിയെടുത്ത് കാണിക്കുന്നു, വേണോ വേണോ എന്ന് ചോദിച്ചു. അവർ കൈകൂപ്പിക്കൊണ്ട് നമ്മോട് സന്തോഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വായുടെ ഇലകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന്റെ കിഴങ്ങും അതിന്റെ കാമ്പും അതൊക്കെയും ഭക്ഷണമായി ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത നിഅമത്തുകളും നമുക്ക് വേണ്ടി സൃഷ്ടിച്ച് സംവിധാനിച്ചു വെച്ച സൗകര്യങ്ങളും അവന്റെ മർസൂഖാത്തുകളും അവന്റെ മഖ്ലൂഖാത്തുകളും ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് ധാരാളം ശുക്ർ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഉൽ ഹമീദ് ഉപ്പാപ്പ ചെറുപ്രായത്തിൽ മരത്തിന്റെ ചുവട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫഖീർ വേഷത്തിലുള്ള ഒരാള് കടന്നു വരികയും ബഹുമാനപ്പെട്ടവരെ അണച്ചുകൂട്ടി തന്റെ വായിലേക്ക് 3 തുള്ളി ഉമിനീരെത്തിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ഖദിർ നബിയാണ്, എനിക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് ഇൽമ് ഇതാ നിനക്കും നൽകിയിരിക്കുന്നു എന്ന് പറയുകയും ബഹുമാനപ്പെട്ടവരെ സമീപിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെയുള്ള അത്ഭുതങ്ങളാണ് അവിടുത്തെ ജീവിതം. ഓരോ സന്ദർഭത്തിൽ അവിടുത്തെ രാജാവിന്റെ മാരകമായ ഒരു അസുഖം പിടിപെട്ടു, വല്ലാത്ത രോഗം. ഓരോ ദിവസവും രാജാവിന്റെ സ്ഥിതി വളരെ മോശമാവുകയാണ്. ആ സമയത്ത് ജ്യോത്സ്യന്മാരും വൈദ്യന്മാരും ഒക്കെ ചികിത്സിച്ചിട്ടും ഒരു ഫലവും കണ്ടില്ല. അപ്പോഴാണ് ഷാഉൽ ഹമീദ് ഉപ്പാപ്പാനെ സമീപിക്കുന്നത്. ഷാഉൽ ഹമീദ് തങ്ങളെ സമീപിച്ചപ്പോ തങ്ങൾ ചോദിച്ചു, രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുകളിൽ പ്രാവുകൾ വട്ടമിട്ട് പറക്കുന്നില്ലയോ? ഉണ്ട്. എന്നാൽ അതിൽപ്പെട്ട ഒരു പ്രാവ് വളരെ അവശയാണ്. ആ പ്രാവിനെയും രാജാവിനെയും ഇവിടെ കൊണ്ടുവരണമെന്ന് ഷാഉൽ ഹമീദ് ഉപ്പാപ്പ കൽപ്പിക്കുകയും കൽപ്പന അനുസരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഉൽ ഹമീദ്